ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിൽ ഏവർക്കും സ്നേഹ വന്ദനത്തെ വീണ്ടും അറിയിക്കുന്നു. നാം യേശു കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളെ കുറിച്ച് കഴിഞ്ഞ 2 ദിവസം ചിന്തിക്കുകയുണ്ടായി. ലൂക്കോസിന്റെ സുവിശേഷം 23:38 മുതൽ ഭാഗങ്ങളിൽ ഇങ്ങനെ നാം വീണ്ടും വായിക്കുന്നു. ഇവൻ യഹൂദന്മാരുടെ രാജാവ് എന്ന എബ്രായ, റോമ, യവന ഭാഷകളിൽ ഒരു മേലെഴുത്തും അവന്റെ മീതെ ഉണ്ടായിരുന്നു. തൂക്കിയ ദുഷ്പ്രവൃത്തിക്കാരിൽ ഒരുത്തൻ, നീ ക്രിസ്തു അല്ലയോ, നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്കുക എന്ന് പറഞ്ഞവനെ ദൂഷിച്ചു. മറ്റവനോ അവനെ ശാസിച്ചു, സമശിക്ഷാവിധിയിൽ തന്നെ ആയിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? നാമോ ന്യായമായി ശിക്ഷ അനുഭവിക്കുന്നു. നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത്. ഇവനോ അരുതാത്തത് ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ അവൻ, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തു കൊള്ളണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിൽ ഇരിക്കും എന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. അതെ, കഴിഞ്ഞ ദിവസം നമ്മള് യേശു യഹൂദന്മാരുടെ രാജാവ് എന്ന മേലെഴുത്തോടുകൂടെ, അഥവാ പീലാത്തോസ് ഞാൻ എഴുതിയത് എഴുതി എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിനെ ക്രൂശിപ്പാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നത് ചിന്തിക്കുകയുണ്ടായി. വീണ്ടും നാം ചിന്തിക്കുമ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ യേശുവിന്റെ മരണം, ഉയർപ്പ്, ഇതൊക്കെ മനുഷ്യൻ ഇങ്ങനെ ആഘോഷിക്കുന്നു. യേശുവിനെ ക്രൂശിച്ചത് 2 ദുഷ്പ്രവർത്തിക്കാരുടെ മധ്യത്തിലാണ് എന്നിവിടെ നമ്മൾ വായിച്ചതിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ടല്ലോ. ക്രിസ്തുവിന്റെ പാർശ്വദ്വന്ദ്ങ്ങളിൽ തസ്കര ദ്വയങ്ങളെ ക്രൂശിച്ചു. അത് പഴയ നിയമത്തിൽ പറയപ്പെട്ടിരിക്കുന്ന പ്രവചനത്തിന്റെ നിറവേറൽ കൂടിയായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. യെശയ്യാ പ്രവാചകനിലൂടെ ഇപ്രകാരം അതിന്റെ 53-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ യേശുവിന്റെ കഷ്ടാനുഭവങ്ങളെ കുറിച്ച് പറയുമ്പോൾ, അതുകൊണ്ട് ഞാൻ അവന് മഹാന്മാരോടുകൂടെ ഓഹരി കൊടുക്കും, ബലവാന്മാരോടുകൂടെ അവൻ കൊള്ള പങ്കിടും. അവൻ തന്റെ പ്രാണനെ മരണത്തിന് ഒഴുക്കിക്കളയും. അനേകരുടെ പാപം വഹിച്ചും അതിക്രമക്കാർക്ക് വേണ്ടി ഇടനിന്നും കൊണ്ട് അതിക്രമക്കാരോടുകൂടെ എണ്ണപ്പെടുകയും ചെയ്യുകയാൽ തന്നെ. ഇവിടെ പ്രവാചകനിലൂടെ എടുത്ത് പറയുന്നു, അതിക്രമക്കാർക്ക് വേണ്ടി ഇടനിന്നും കൊണ്ട് അതിക്രമക്കാരോടുകൂടെ എണ്ണപ്പെടുകയും ചെയ്യുകയാൽ തന്നെ. ഇവിടെ വളരെ വ്യക്തമായിട്ട് ആ ക്രൂശിൽ കിടന്ന കള്ളന്മാരുടെ നടുവിൽ യേശു എങ്ങനെ യാഗമായി തീരുവാൻ ഇടയായി തീർന്നു എന്നതിനെ കുറിച്ച് വ്യക്തമാക്കുകയാണല്ലോ. പത്രോസ് അതിനെ കുറിച്ച് അപ്പസ്തോല പ്രവൃത്തി 4:27-28 ഭാഗങ്ങളിലും താൻ ഓർമ്മിപ്പിക്കുന്നതും നമുക്ക് കാണുവാനായിട്ട് കഴിയും. പാപികളെ രക്ഷിക്കാൻ വന്നവനിതാ പാപികളോടുകൂടെ ക്രൂശിക്കപ്പെടുന്നതാകുന്ന അനുഭവം. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടും എന്നുള്ളത് ദൈവവചനമാണ്. അപ്പസ്തോല പ്രവൃത്തികൾ 2:21, റോമാലേഖനം 10:9 തുടങ്ങിയ വാക്യങ്ങളിൽ നമുക്കത് കാണുവാനായിട്ട് കഴിയും. എന്നാൽ പാപികളെ രക്ഷയിലേക്ക് നയിക്കേണ്ടതിനു വേണ്ടി യേശുവിന്റെ ക്രൂശുമരണം അനിവാര്യമായിരുന്നു എന്നത് നമുക്ക് തിരുവചനം പഠിക്കുമ്പോൾ വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് കഴിയുമല്ലോ. ക്രൂശിലെ 3 വ്യക്തികളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, പാപി അഥവാ ക്രിസ്തുവിനെ ദുഷിക്കുന്ന ഒരുവൻ ഒരു ഭാഗത്ത്, രക്ഷകനായ ക്രിസ്തു നടുവിൽ, രക്ഷിക്കപ്പെട്ടവൻ മറ്റൊരു ഭാഗത്ത്. ചിലര് പറയും അത് വലത്തുവശത്തെ കള്ളനാണ്. അങ്ങനെ തിരുവചനത്തിൽ എഴുതിയിട്ടില്ല. ആ 2 കള്ളന്മാരിൽ ഒരുവൻ ഏതായാലും അവിടെ കിടന്നുകൊണ്ട് രക്ഷിക്കപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. ക്രിസ്തുവിന്റെ അവസാന നിമിഷത്തിലും താന് ഒരു ഭാവിയെ കൂടി രക്ഷയെങ്കിലേക്ക് നടത്തിക്കൊണ്ടാണ് ആ ക്രൂശുമരണത്തിന് താൻ ഏൽപ്പിച്ചു കൊടുക്കുന്നത് എന്നത് നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ക്രിസ്തുവിന്റെ സ്ഥാനം എപ്പോഴും നടുവിലാണ്. ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനാണ് താൻ. പാരിനും ആ ഭരത്തിനും
നടുവിലാണ് എന്നും നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതേപോലെ ഇവിടെ തസ്കര മധ്യത്തിൽ അഥവാ ക്രൂശിൽ യേശുവിനെ ഇവിടെ നാം കാണുകയാണ്. താൻ കാലത്തിന്റെ മധ്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവത്തിനും മനുഷ്യനും നടുവിൽ ഏക മധ്യസ്ഥനായി യേശുവിനെ നമുക്ക് കാണാം. തൃത്വത്തിൽ താൻ മധ്യത്തിലാണ്. സപ്ത ദീപ മധ്യേ, അതേപോലെ ഉപദേഷ്ടാക്കന്മാരുടെ മധ്യേ, സപ്ത സഭയുടെ മധ്യേ, മൂപ്പന്മാരുടെ നടുവിൽ മധ്യേ, ഇവിടെയൊക്കെയും യേശുവിന്റെ സ്ഥാനം മധ്യത്തിലാണ് എന്നത് വളരെ ശ്രദ്ധേയമാണ്. അതേ പ്രിയമുള്ളവരെ, എന്നാൽ ശവക്കല്ലറകൾക്ക് റോമൻ ഗവൺമെന്റിന്റെ ഇമ്പീരിയൻ മുദ്രയുള്ള ആ കല്ലറകൾക്കോ പടയാളികൾക്കോ റോമൻ ഭരണകൂടത്തിനോ യഹൂദ പരീക്ഷകൾക്കോ യേശു കർത്താവിനെ ഒതുക്കി വെക്കുവാനായിട്ട് കഴിഞ്ഞില്ല. മൂന്നാം നാൾ അവിടുന്ന് ഉയർത്തെഴുന്നേൽക്കുവാനായിട്ട് ഇടയായി തീർന്നത് ചരിത്രമാണ്. ചരിത്രത്തിന്റെ നടുവിൽ ചരിത്ര പുരുഷനായി ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു എനിക്കും നിങ്ങൾക്കും വേണ്ടി ഉയർത്തെഴുന്നേൽക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ ഇതൊന്നും മനസ്സിലാക്കാതെ വണ്ണം ഇന്നും പലര് ആഘോഷങ്ങളായും കുടിച്ചും അതേപോലെ ഉല്ലസിച്ചും ഒക്കെ ആയിട്ട് പല പെരുന്നാളുകളും ആഘോഷങ്ങളും ഒക്കെയായി അതിനെ തരം താഴ്ത്തിയിരിക്കുന്നു. യേശു എന്തിനു വേണ്ടി ജനിച്ചു എന്നുള്ളത് ഇന്ന് പലരും അവർ വിസ്മരിച്ചുകൊണ്ട് ഇതെല്ലാം ചില ആഘോഷങ്ങളാക്കി കളയുന്നതിൽ ഇന്നും കർത്താവ് ദുഃഖിക്കുന്നു. അതേ പ്രിയമുള്ളവരെ, ഉയർത്തെഴുന്നേറ്റവനായ കർത്താവിനോടുകൂടെ നമുക്കും ഉയർക്കുവാനായിട്ട് ഒരവസരമുണ്ട്. അത് കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതാകുന്ന സന്ദർഭത്തിൽ അവന്റെ വിശുദ്ധന്മാരെല്ലാം ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളത് നമ്മുടെ ഭാവി പ്രത്യാശയാണ്. അതിനായി ദൈവകരങ്ങളിൽ പൂർണ്ണമായി യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് വിശ്വാസ സ്നാനം സ്വീകരിച്ച് വിശുദ്ധിയിൽ ജീവിക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. ക്ലേശം തീർന്നു നാം നിത്യം വസിപ്പാൻ വാസമൊരുക്കാൻ പോയ പ്രിയൻ താൻ. വാസമൊരുക്കാൻ പോയ പ്രിയൻ താൻ. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. കഷ്ടത പരിഹാസങ്ങൾ ദുഷികളെല്ലാം തീരാൻ കാലമായി. ദുഷികളെല്ലാം തീരാൻ കാലമായി. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. പ്രാണപ്രിയന്റെ പൊന്നുമുഖത്തെ തേജസ്സോടെ നാം കാൺമാൻ കാലമായി. തേജസ്സോടെ നാം കാൺമാൻ കാലമായി. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്ന